പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിലൂടെ ഓർപ്പിക്കുകയാണ്. ഈ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ യേശുവിനെ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വിശ്വാസത്തോടെയും മാനസാന്തരത്തോടെയും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഈശോ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കണം. അപ്പോൾ ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ആ പരിശുദ്ധാത്മാവോടെ മാത്രമേ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പറഞ്ഞു വെക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തില് ദൈവമായ കർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരു വാക്യം ഇതുണ്ട്, കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ആ പുതിയ സ്നേഹം പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മാത്രമാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ, പരിശുദ്ധാത്മാവിലൂടെ മാത്രം. അല്ലെങ്കിൽ യേശു നൽകിയ രക്ഷ നമുക്ക് അനുഭവിക്കാനാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങളിൽ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ജോയൽ പ്രവാചകനിലൂടെ വലിയൊരു വെളിപാട് ദൈവം നടത്തുകയാണ്, അന്ന് ഇങ്ങനെ സംഭവിക്കും. എന്നാൽ പഴയ നിയമ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഓരോ പ്രവർത്തനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ഓരോ ദൗത്യത്തിനായിട്ട് പ്രവാചകന്മാരുടെ മേലും ന്യായാധിപന്മാരുടെ മേലും രാജാക്കന്മാരുടെ മേലും ഒക്കെ ആത്മാവിനെ ദൈവം വർഷിക്കുന്നതും പിന്നീട് ആ ദൗത്യ നിർവഹണത്തിന് ശേഷം ആത്മാവ് വിട്ടുപോകുന്നത് നമുക്ക് കാണാം. ദാവീദിലേക്ക് നോക്കിയാലും, അതുപോലെ സാവൂൾ രാജാവിലേക്ക് നോക്കിയാലും, അതുപോലെ ഏലിയ പ്രവാചകൻ, എലീഷ പ്രവാചകൻ, മോശ, അങ്ങനെ എല്ലാവരെയും ഓരോ പ്രവാചകന്മാരെയും ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ അവരുടെ ദൗത്യം നിർവഹിച്ചതിനു ശേഷം ആത്മാവ് അവരെ വിട്ടുപോകുന്നത്. എന്നാൽ അങ്ങനെയല്ലാതെ എല്ലാവരുടെ മേൽ ആത്മാവിനെ വർഷിക്കുമെന്ന്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനം ഉണ്ടാകും, ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ ദാസരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്യുക. ആ വാഗ്ദാനം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ സെഗിയോൻ മാളികയിൽ കൂടിയിരുന്ന സ്ത്രീകന്മാരുടെയും മറ്റുള്ളവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് എല്ലാവരുടെയും മേല് ആത്മാവ് നിറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ വായിക്കുകയാണ്, അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, പാപമോചന എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം ദാനം നിങ്ങൾക്ക് ലഭിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ദാനം, സൗജന്യ ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അതിന് എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ യേശു നൽകിയ രക്ഷ നിങ്ങൾ സ്വീകരിക്കണം. സ്നാനം സ്വീകരിക്കുമ്പോൾ മാമോദിസ സ്വീകരിക്കാനാണ് പറയുന്നത്. മാമോദിസ സ്വീകരിക്കുന്ന എവിടെയാണ്? യേശു ക്രിസ്തുവിനെ രക്ഷകനെ നാഥമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കാണ് മാമോദിസ നൽകപ്പെടുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥമായി സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന് വലിയ നിറവ് ലഭിക്കുമെന്നും, അല്ലെങ്കിൽ ആ മാമോദിസയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം ഉണ്ടാകുമെന്നും സ്ലീഹന്മാർ അല്ലെങ്കിൽ സ്ലീഹ നമ്മൾ ഓർപ്പിക്കുക ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഈ വിശുദ്ധ ബൈബിളിൽ പരിശോധിച്ചു കഴിയുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഒരു രൂപവും ഭാവവും ഇല്ലാത്ത ഭൂമിയായിരുന്നു, ക്രമരഹിതമായിരുന്നു. എന്നാൽ ക്രമം വരുത്തുന്ന, എല്ലാത്തിനെയും ക്രമീകരിക്കുന്ന, എല്ലാത്തിനും രൂപവും ഭാവവും നൽകുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, വെളിപാടിന്റെ ബൈബിൾ അവസാനത്തെ പുസ്തകമായ വെളിപാടിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നാം വീണ്ടും വായിക്കാണ്, ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, കേൾക്കുന്നവൻ പറയട്ടെ വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ആ ജീവന്റെ ജലത്തെ കുറിച്ച് നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നു. അപ്പൊ വിശുദ്ധ ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ യേശു അല്ലെങ്കിൽ നമ്മുടെ ഈശോ നമുക്ക്
വാഗ്ദാനം ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പറഞ്ഞു വയ്ക്കുന്നു, ഈശോ നമ്മളോട് പറയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈശോ വ്യക്തമായിട്ട് പറയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും എന്നേക്കും, ഇനി മാറ്റമില്ല, എന്നേക്കും നിങ്ങളോട് ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് വന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് തിരികെ പോകുന്ന ഒരു ആത്മാവിനെ അല്ല നിങ്ങൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ആ വീണ്ടും നിങ്ങളെ ഒരിക്കലും എടുത്തു മാറ്റുകയില്ല. ആ പരിശുദ്ധാത്മാവിനെ സ്ഥിരമായിട്ട്, അതുകൊണ്ടാണ് നമുക്ക് സ്ഥൈര്യലേപന കുദാശ നൽകിയിരിക്കുന്നത്, സ്ഥിരീകരിക്കുകയാണ് നമ്മൾ എന്നേക്കുമായിട്ട് പരിശുദ്ധാത്മാവിനെ ഉറപ്പിച്ചു നമ്മിൽ. ആ പരിശുദ്ധാത്മാവിനെ എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ സഹായം നൽകുമെന്ന് പറയുകയാണ്. ആ പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഈശോ വന്നിട്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത മനുഷ്യർ, സ്വയമേവ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത മനുഷ്യവർഗത്തെ രക്ഷയിലേക്ക് കൈപിടിച്ച് നടത്തി, ആ രക്ഷയിലേക്ക് അവനെ കൊണ്ടുവന്നു, അവനെ സഹായിച്ചു. അതിനു വേണ്ടിയിട്ട് എന്നിട്ട് പറയാണ്, ആ രക്ഷയുടെ അനുഭവത്തിലൂടെ നിരന്തരം ജീവിക്കുവാൻ വേണ്ടിയിട്ട്, ആ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവിനെ, മറ്റൊരു സഹായകനെ, അല്ലെങ്കിൽ പുതിയ ബൈബിള് വേർഷനിൽ പറയുന്ന ആശ്വാസകനെ, ജീവിതത്തിന്റെ സകലങ്ങളുടെയും സഹനങ്ങളുടെയും വർഷങ്ങളെ പ്രതിസന്ധികളെ പോലെ മനുഷ്യർക്ക് സഹായകമായിട്ട്, ആശ്വാസകനായിട്ട് പരിശുദ്ധാത്മാവിനെ തരികയും ചെയ്യുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നു. അവരുടെ യോഹന്നാന്റെ സുവിശേഷം 14:26 നാം വീണ്ടും വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും, ദൈവിക രഹസ്യങ്ങൾ എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ ദൈവം വലിയ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. നിന്നിൽ പരിശുദ്ധാത്മാവ് ആവാസിക്കും, ദൈവത്തിന്റെ പുത്രൻ പിറക്കും, അവൻ യേശു എന്ന് പറയുന്നത് വെളിപ്പെടുത്തുകയാണ്. അത് മനസ്സിലാക്കാൻ സാധിച്ചത് പരിശുദ്ധമ്മയ്ക്ക് ആ എളിമയോടെ നിന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടായത് കൊണ്ടാണ് ഔസേപ്പിതാവിന് ആ സ്വപ്നത്തിൽ ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ഓർക്കുകയാണ്, ഈ വചനം വായിച്ചപ്പോൾ എന്റെ ജീവിതത്തില് ഞാൻ കുറച്ച് വർഷം മുമ്പ് വാടകയ്ക്ക് താമസിക്കുകയാണ്, എന്റെ അപ്പന്റെ പെങ്ങളുടെ വീട്ടിൽ. അപ്പൊ വാടകയ്ക്കാ താമസിക്കുന്നെങ്കിലും അതിലൊരു ചെറിയ മുറി ഞങ്ങൾ പ്രാർത്ഥന റൂം ആക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥന റൂമിൽ ഞാൻ രാവിലെ ദേവാലയത്തിൽ പോയി വന്ന് കുർബാന കഴിഞ്ഞ് വന്നിരുന്ന് ഞങ്ങള് വീട്ടിലെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനിരുന്ന് പ്രാർത്ഥിക്കുക, പേഴ്സണൽ പ്രയറിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ നിരന്തരം വരാറുള്ള ഒരു ചേച്ചിയാണ്, എന്റെ ഭാര്യയുടെ കൂട്ടുകാരിയായിരുന്നു. ആ ചേച്ചി വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. അവിടെ പറഞ്ഞ കാര്യം മാമോദിസയെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ആ കാര്യം കേട്ടപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത പരിശുദ്ധാത്മാവ് തന്ന തെറ്റാണ്, കാരണം സഭ അത് പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ആ ചേച്ചി ശുശ്രൂഷകൾ ചെയ്യുന്ന, അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സഭ അത് പഠിപ്പിക്കുന്നില്ല. അപ്പൊ ചേച്ചി കുറച്ച് തർക്കിച്ച് എന്നോട് പറഞ്ഞു, എന്നോട് ഇന്ന ആൾക്കാരൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് അതെനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷെ ഞാൻ എന്റെ ഗുരുബുധന്മാരോട് അല്ലെങ്കിൽ എന്റെ വൈദികരോടൊക്കെ ചോദിച്ചിട്ടൊന്ന് പറയാന്ന് പറഞ്ഞു. ഞാൻ ജോഷിച്ചനോടൊക്കെ അത് കൺസൾട്ട് ചെയ്തു, മറ്റു വൈദികരോടും കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് അവരെ അറിയിച്ചു. അവരുടെ അതിന് തൊട്ട് കുറച്ച് നാൾ മുമ്പ് സഭയിൽ നിന്ന് യുഎസിൽ നിന്ന്, കേരള സഭയുടെ ആസ്ഥാനമായ യുഎസിൽ നിന്ന് മിഷൻ ട്രെയിനിങ്ങിന് ഇടയ്ക്ക് ഒരാഴ്ചക്കാലം 7 ദിവസം മുഴുവൻ പഠിച്ചത് ഈ മാമോയിസയെ കുറിച്ചാ. അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയില്ലെങ്കിലും ആ കൃത്യസമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു തന്നു, കൃത്യമായിട്ട് അനുസ്മരിപ്പിച്ചു തന്നു. ആ പഠിപ്പിച്ച കാര്യങ്ങൾ അതിൽ തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തെറ്റാണെന്നും ശരിയാണെങ്കിൽ ശരിയാണെന്നും നമ്മളെ അനുസ്മരിപ്പിക്കുന്നതും നമ്മൾ മുന്നോട്ട് നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം, അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണമെന്ന് ശ്ലീഹ അവിടെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മള് അപ്പോസ്തല പ്രവർത്തനം തന്നെ 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷയുടെ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി എന്ന് നമ്മൾ കാണും. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ വന്നു നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷ വരമനുസരിച്ച് അന്ന് പെന്തക്കോസ്ത നാളിൽ ജെറുസലേമിൽ കൂടിയുന്ന 16ഓളം വരുന്ന ഭാഷയിലുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്, ദൈവത്തിന്റെ രക്ഷയെ കുറിച്ച്, യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയെ കുറിച്ച് അവർ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ട മനുഷ്യരാണ് മാനസാന്തരപ്പെടുന്നത്. അവരുടെ മേലും പരിശുദ്ധാത്മാവ് അവിടെയാണ് പറയുന്നത്, നിങ്ങൾ പശ്ചാത്താപിക്കുവേൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന്
പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. വീണ്ടും കൊറിന്ത്യർക്ക് 2-ാം ലേഖനത്തിന്റെ അതിന്റെ 1-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് അഡ്വാൻസ് ആയിട്ട്, അച്ചാരം എന്ന് പറയുന്നത് അതാണല്ലോ, നമ്മൾ സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു, അച്ചാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവമായ കർത്താവാണ് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും അത്രയേറെ സ്നേഹിച്ച് പരിപാലിക്കുന്ന സ്വർഗത്തിലെ അപ്പൻ നമ്മുടെ ആത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മാമോയിസ എന്ന കുദാശയിലൂടെ നമ്മുടെ ഓരോരുത്തർ ആത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അഡ്വാൻസ് നൽകുകയാണ് സഭയിലൂടെ. എന്ത് ചെയ്താൻ വേണ്ടി? നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞുകൊണ്ട്. അവരുടെ ഒരു അത്രയേറെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ രക്ഷയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ ആകണമെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് സാധിക്കില്ല. വീണ്ടും തിമോഥെയോസ് 2-ാം ലേഖനത്തില് പൗലോസ്ലീഹ വീണ്ടും അതിന്റെ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനാണ്. അപ്പൊ പേടിയുടെ അല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെ നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്, പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞപ്പോ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ്, എനിക്ക് പണ്ട് പാമ്പിനെ ഭയങ്കര പേടിയായിരുന്നു. നമ്മുടെ നവീകരണത്തിൽ കടന്നു വന്നതിന് ശേഷം പിന്നീട് ആ ഒരു ഭയം എന്നിൽ നിന്ന് മാറുന്ന എനിക്ക് കാണാൻ സാധിച്ചു. ഇപ്പൊ എന്റെ വീടിന്റെ പുറകില് കുറച്ച് മുസ്ലിം സഹോദരങ്ങളെ താമസിക്കുന്നത്. അവിടെ നിരന്തരം ഇപ്പൊ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് പാമ്പിനെ കാണുന്നുണ്ട്. അപ്പൊ അവര് പലപ്പോഴും വന്ന് വിളിക്കും പാമ്പിനെ കാണുന്ന സമയത്ത്. ഞാൻ വീട്ടിലുണ്ടാകാറില്ല. കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ പുറകിലെ ആ ഇക്ക എന്നോട് പറഞ്ഞു, ജെനി നിന്നെ ഇപ്പൊ വിളിക്കുമ്പോ ഇവിടെ പാമ്പിനെ കാണാറുണ്ട്, നിന്നെ വിളിക്കുമ്പോൾ കാണാറില്ല, കാരണം നീ വന്ന് കൊന്നേനെ. പല പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട് പാമ്പിനെ. അപ്പൊ അതുകൊണ്ടാണ് അവർ ധൈര്യമായിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് അത് ഉണ്ടായിരുന്നില്ല, എനിക്ക് വളരെ പേടിയായിരുന്നു. എന്നാൽ ഞാൻ ആ സമയത്ത് വീരത്വമായിരുന്നു എനിക്ക്, ഞാൻ ഓടി ഒളിക്കുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അങ്ങനെ ഓടി ഒളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഒരു സഭാകമ്പം എനിക്കുണ്ടായിരുന്നു, മറ്റുള്ള റൂമിൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കാവുന്ന രീതിയിൽ 1000-ങ്ങളോ 10,000-ങ്ങളോ ഇരുന്നാൽ അവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് സ്നേഹിക്കാനോ സ്നേഹം നിറയാനോ ആത്മനിയന്ത്രണം വരുത്താനോ ഒന്നും നമുക്ക് സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ജീവിതത്തിലെ ഓർക്കുന്ന എന്റെ ഇടവകയിൽ വളരെയേറെ പ്രകോപിതനാകേണ്ട ഒരു അവസരം ഉണ്ടായി. എന്നാൽ അവിടെ ശാന്തതയോടെ നിലകൊള്ളാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 8-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്ത ക്രിസ്തുവല്ല. അപ്പൊ നമ്മൾ ആത്മീയ മനുഷ്യരായിട്ട് മാറണമെങ്കിൽ, ദൈവത്തിന്റെ മകനും മകളുമായിട്ട് മാറണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിരന്തരം വസിക്കണം. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ 152-ാമത്തെ ഖണ്ഡികയിൽ നാം കാണുന്നു, പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ഒരുവൻ സാധ്യമല്ല. യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിൽ പ്രചോദിതനാകാതെ യേശു കർത്താവാകുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, കാരണം അവിടുന്ന് ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിലുള്ള തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിരമിക്കരുതെന്ന് തന്നെയാണ് സഭ നമ്മളോട് പറയുന്നത്. നമ്മൾ തന്നെയാണ് സഭ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബം ഗാർഹിക സഭയാണ്, നമ്മളൊക്കെ ഓരോ വ്യക്തി സഭകളാണ്. അപ്പോൾ നമ്മള് യേശുവിലുള്ള വിശ്വാസവും രക്ഷയും ഏറ്റുപറയുന്ന നിരന്തരം വിരമിക്കാതിരിക്കണം, നിരന്തരം അത് ഏറ്റുപറയണം. എങ്കിൽ അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് പങ്കാളിത്തം ഉണ്ടാകണം. യേശു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമേ, യേശു നമ്മുടെ രക്ഷകനും നാഥനും കർത്താവുമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ, യേശു കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് മൗതീകരിക്കപ്പെട്ട് അവൻ നമുക്ക് രക്ഷ നേടുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ സാധിക്കില്ല എന്ന് സഭ നമ്മൾ ഓർപ്പിക്കുന്നു. വീണ്ടും CCC 683-ാമത്തെ ഖണ്ഡികയിൽ വീണ്ടും ഇത് തന്നെ സഭ നമ്മൾ വീണ്ടും ഓർപ്പിക്കുകയാണ്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, പുത്രന്റെ ദൈവത്തെയാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് എന്നിട്ട് വീണ്ടും പറയണം, അവിടുന്ന് നമ്മൾ വരികയും നമ്മൾ വിശ്വാസം ദീപം തെളിക്കുകയും ചെയ്യുന്നു. സഭയിൽ നാം സ്വീകരിച്ച വിശ്വാസത്തിന്റെ 1-ാമത്തെ കുദാശയായ മാമോദിസ വഴി പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതും പുത്രനിൽ നിന്ന് നമുക്ക് നൽകപ്പെടുന്നതുമായ ജീവനെ അവഗാഢമായും വ്യക്തിപരമായും പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പകർന്നു നൽകുന്നു. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഇടപെടുന്നത്, എല്ലാം ചെയ്യുന്നത് എന്ന് സഭ നമ്മൾ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും നേരം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുകയാണ്. ഈ മാമോദിസയിലൂടെ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ്. സ്ഥൈര്യലാപനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സജീവമാകുക ചെയ്യുന്നത്.
ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സജീവമാകണമെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നാണ് നമ്മൾ നമുക്ക് തോന്നുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ആഴമേറിയ പശ്ചാത്താപം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്, പത്രോസ്ലീഹ നമ്മളോട് പറയുന്നത്, നിങ്ങൾ പശ്ചാത്താപിക്കും, പാപമോചനം എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കും, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോസ്തലപ്രവർത്തനം 2:38 പറയുന്നത് നമുക്ക് ആഴമേറിയ പശ്ചാത്താപം വേണം, പാപബോധം നൽകുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:26 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നപ്പോൾ അവൻ നിങ്ങൾക്ക് പാപത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധം നൽകും. പാപബോധം നമുക്ക് ലഭിക്കുമ്പോഴാണ് പശ്ചാത്താപം നമ്മളിൽ ഉദിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നത്. ആ പശ്ചാത്താപം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുന്നത്. യേശുവിനെ രക്ഷയെ നമ്മൾ ഏറ്റുപറയുന്നത്. നമ്മുടെ അത്തരം കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടും നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ ഒരു വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ സജീവമാകാനായിട്ട് സാധിക്കുന്നത്. രണ്ട്, ചോദിക്കണം. ലൂക്കായുടെ സുവിശേഷം 11:13 ഈശോ പറയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മൾ എത്രമാത്രം ചോദിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ ഓർക്കുന്നു, ഇന്നലെ ഞങ്ങൾ കുറച്ച് കുടുംബങ്ങൾ ശുചിജനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 3-4 കുടുംബങ്ങൾ, കുട്ടികളെല്ലാം ചേർന്ന് ഞങ്ങളൊരു കൂട്ടായ്മയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പൊ ഞാൻ പുറമേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, പരിശുദ്ധാത്മാവ് എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരം അവിടെ എനിക്ക് തരണം, അത് അങ്ങ് പറയണം, എന്തെങ്കിലും ആ മക്കൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തില് 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ അതിൽ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വചനം അതിന്റെ ഒരു വ്യാഖ്യാനം പറയാൻ വേണ്ടിയിട്ട്, അത് എന്താണ് ദൈവമായ കർത്താവ് പറയുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് എന്നെ ഓർമ്മിച്ചു. എനിക്കത് പറയാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ എത്രമാത്രം ചോദിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ നിറയുന്നതും അത് മറ്റുള്ള ഈ പകരാൻ സാധിക്കുന്നതും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത്രമാത്രം നമ്മൾ ദാഹത്തോടെ ചോദിക്കണം. 2, 3, വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം. പ്രവചന ലേഖനം 10:12 പറയുന്നു, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നത്. പരിശുദ്ധാത്മാവായ സമ്പത്ത് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആത്മാവിനെ നമ്മുടെ മേല് നിരന്തരം ദൈവമായ കർത്താവ് വർഷിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മളിൽ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ വീണ്ടും 4-ാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ കൈവയ്പ് വഴിയാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉജ്ജ്വലിക്കുന്നത്. പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവയ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുതെന്ന് തിമോത്തേസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിന്റെ 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ തന്റെ ശിഷ്യനായ തിമോത്തേസിനെ ഓർപ്പിക്കുകയാണ്. പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവയ്പ് വഴിയും നിനക്ക് നൽകേണ്ട കൃപാവരം അവഗണിക്കരുത്, നിരന്തരം അതിനെ ഉജ്ജ്വലിപ്പിക്കണം. വീണ്ടും 2-ാമത്തെ ലേഖനത്തിൽ തിമോത്തേസിനോട് 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീകവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. അപ്പൊ നിരന്തരം ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സാധാരണ ഈ ഒരു പ്രഘോഷണത്തിനൊക്കെയായിട്ട് ഒരുങ്ങുമ്പോഴും അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുമ്പോഴൊക്കെ വികാരിയച്ഛന്റെ അടുത്ത് പോയി തലയിൽ കൈവച്ച് പ്രാർത്ഥന സ്വീകരിക്കും, ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഭവനത്തിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മാതാപിതാക്കളുടെ അടുത്ത് പോയി മുട്ടുകുത്തും, അവരുടെ അനുഗ്രഹം മേടിക്കും, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും. കാരണം അവരിലൂടെയാണ് ഈ ലോകത്ത് നമുക്കൊരു അവസരം നൽകിയത്. അവരിലൂടെ നിരന്തരം പരിശുദ്ധാത്മാവ് നമ്മളെ ജ്വലിപ്പിക്കും. കാരണം നമുക്ക് ഈ ഭൂമിയിൽ അവരിലൂടെയാണ് നമുക്ക് പ്രവർത്തനങ്ങളുടെ കൃപ ദൈവം കുറെയൊക്കെ പകർന്നു നൽകുന്നത്. അപ്പോൾ അവരിലൂടെയും പരിശുദ്ധാത്മാവ് അവരുടെ പ്രാർത്ഥനയോടെയും നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കും കൈവയ്പിലൂടെ. വീണ്ടും കുടുംബത്തിന് മുന്നിൽ, ഭാര്യയുടെ മുന്നിലും മക്കളുടെ മുന്നിലും മുട്ടുകുത്തും. പിന്നീട് ചെല്ലുമ്പോൾ ഇടവകയിൽ ചെല്ലുമ്പോൾ ഇടവകാരി അച്ഛന്റെ മുന്നിൽ മുട്ടുകുത്തും. പിന്നീട് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ മുന്നേ നിൽക്കുന്ന ജ്യേഷ്ഠ സഹോദരന്മാരോട് ഷിബിച്ചാരൻ അങ്ങനെയുള്ള ഓരോരുത്തരും മുന്നിൽ അവിടെ കൈവയ്പ്പിനായിട്ട് മുട്ടുകുത്തി അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കാൻ പറയും, തലേ കൈവച്ച് ആ പരിശുദ്ധാത്മാനെ ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിരന്തരം ജ്വലിപ്പിച്ച് നമ്മുടെ ഭവനത്തില് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും മറ്റുള്ളവരുടെയും തലയിൽ, ഭാര്യ ഭർത്താവിന്റെ ഭാര്യയുടെ ഒക്കെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒക്കെ തലയിൽ നിരന്തരം കൈവച്ച് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന സമയത്തോ അല്ലെങ്കിൽ മക്കൾ ദേവാലയ സ്കൂളിൽ പോകുമ്പോഴോ തിരികെ വരുമ്പോഴോ ഒക്കെ നിരന്തരം തലയിൽ കൈവച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം ഉണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 19:6 പൗലോസ് നമ്മളോട് വീണ്ടും പറയുന്നു, പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. സ്ലീഹന്മാരുടെ മേൽ നിറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം മറ്റുള്ളവരുടെ മേൽ നിറയുന്നത് പൗലോസിനെ കണ്ടു. അതിനെക്കുറിച്ച് പൗലോസ് നമ്മളെ കുറിച്ച് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞ് മറ്റുള്ളവരുടെ മേൽ
നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേലും, അതുകൊണ്ടാണ് നമ്മൾ വൈദികരുടെ നിന്നൊക്കെ പ്രാർത്ഥന മേടിക്കുന്നത്, മെത്രാന്മാരുടെ അടുത്ത് ഓടിച്ചെന്ന് അവരോട് പ്രാർത്ഥന യാചിക്കുന്നത്. പരിശുദ്ധ അമ്മ എലിസബത്ത് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവിടെയും പ്രാർത്ഥിച്ചപ്പോൾ, വാദന ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ നിറവുണ്ടാകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഒത്തിരിയേറെ നമ്മൾ അല്ലെങ്കിൽ വചനങ്ങളിൽ നാം കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ പകരപ്പെടൽ ഉണ്ടാകുന്നു, അവരൊക്കെ പരിശുദ്ധാത്മാവിനെ നിറയുന്നതും. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട് പരിശുദ്ധാത്മാവ് വീണ്ടും അവരുടെ മേൽ വന്നു നിറയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസിലേക്ക് പറയുന്നുണ്ട്, ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി പത്രോസിലേക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ 14-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണ്? പത്രോസിലേക്ക് അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു നിറയുന്നതും അനേകരിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നതും നമ്മൾ പുതിയ നിയമത്തിൽ ലേഖനങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. വലിയ ആഗ്രഹവും വലിയ ദാഹവും ഉണ്ടാകണം. എത്രമാത്രം നമുക്ക് ദാഹമുണ്ടോ? ഇപ്പൊ നല്ല വേനലാണ് നമ്മുടെ നാട്ടിൽ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ഒത്തിരി സാധാരണ കുടിക്കുന്നതിൽ കൂടുതൽ ധാരാളം വെള്ളം കുടിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ. അത്രയേറെ ചൂട്, നമ്മൾ വേർത്തും അല്ലാതെയൊക്കെ നമ്മുടെ ശരീരത്തിൽ വെള്ളം ജലാംശം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നല്ല ദാഹം ഉണ്ടാകുകയും നാം നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്, കൂടുതൽ ദാഹം നമുക്കുണ്ടാകണം. എത്രമാത്രം ദാഹമുണ്ടോ അത്രമാത്രം നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം നമ്മുടെ ജീവിതം ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായം 37 മുതൽ 39 വാക്യങ്ങൾ ഈശോ നമ്മൾ പറയുകയാണ്, തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന് അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞ് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന് അരുവികൾ. അവന് നിറയുക മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുക മാത്രമല്ല, നിറയുക മാത്രമല്ല, നിറഞ്ഞു കവിഞ്ഞൊഴുകും. അതാണ് നമ്മൾ കണ്ടത്. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ പരിശുദ്ധാത്മയിൽ നിന്ന് എലിസബത്തിലേക്കും ഉദരത്തിലുള്ള ശിശുവായ യോഹന്നാനിലേക്കും പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു, നിറഞ്ഞു കവിഞ്ഞൊഴുകി. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് സമരിയക്കാരി സ്ത്രീയെ യേശുവിൽ നിന്ന് സുവിശേഷം സ്വീകരിച്ച രക്ഷ ആരാണെന്ന് യേശുവിനെ രക്ഷകനെ തിരിച്ചറിഞ്ഞ അവൾ യേശുവിനെ സ്വന്തമാക്കിയപ്പോൾ അവളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞപ്പോൾ അവൾ ഓടി. അവൾ ഗ്രാമത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, അവരെയും സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്നു. ആ ഗ്രാമത്തെ മുഴുവൻ സുവിശേഷവൽക്കരിച്ചു. അവളിൽ നിന്ന് ഈ അരി ഒഴുകാൻ തുടങ്ങി. സക്കേവൂസ് യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. യേശു അവനെ സ്വന്തമാക്കി. അവന്റെ ഭവനത്തിലേക്ക് ചെന്നു. അവൻ പശ്ചാത്തലത്തോടെ ഏറ്റു പറഞ്ഞു. രക്ഷ സ്വന്തമാക്കിയപ്പോൾ അവന് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവാനുണ്ടായപ്പോൾ അവൻ എല്ലാം വിട്ടുകൊടുത്തു. അവനിൽ നിന്നും മറ്റുള്ളവർക്ക് സ്നേഹത്തിന്റെ അരുവി ഒഴുകാൻ തുടങ്ങി. സ്ത്രീകന്മാരുടെ ജീവിതത്തിൽ അവർക്കൊരു സങ്കുചിത മനോഭാവം ഉണ്ടായിരുന്നു, ഒളിച്ചിരിക്കാതെ പേടിച്ചിട്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ നിറഞ്ഞപ്പോൾ അവർ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ആ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ ഈ ജീവജലത്തെ അരുവി ഒഴുകാൻ തുടങ്ങി. പത്രോസും യോഹന്നാനും കൂടി സുന്ദരകവാടത്തിൽ ചെന്നപ്പോൾ ഒരു മുടന്തനിൽ നിന്ന് ഭിക്ഷ യാചിക്കുന്നു. അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അവന്റെ ജീവിതത്തിലേക്കും ഈ അരുവി ഒഴുകുന്ന ആ പ്രവർത്തനം അവിടെ ഉണ്ടായപ്പോൾ അവന്റെ ജീവിതത്തിൽ ആവശ്യമായ സൗഖ്യവും രക്ഷയും അവന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന നമുക്കാണ് അനുഭവിക്കാൻ ആ വ്യക്തിക്കും സാധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് യാചിച്ച് സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, നിർവൈരമാക്കരുതെന്ന് പൗലോസ് നമ്മൾ ഓർപ്പിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന് 5:19 പൗലോസ് നമ്മളോട് പറയുന്നു, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എഫേസ്യർ 4:30 നമ്മളോട് പറയാണ്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചിന്ത കൊണ്ട് പോലും പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത് എന്ന് പൗലോസ് നമ്മൾ ഓർപ്പിക്കുക. കാരണം പരിശുദ്ധാത്മാവ് അത്രയേറെ നമ്മളെ സ്നേഹിച്ച് ദൈവസ്നേഹത്താൽ നിറച്ച് രക്ഷയുടെ അനുഭവത്തിലൂടെ നിരന്തരം നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിലെ വീട്ടിലെല്ലാവരും കൂടി വേളാങ്കണ്ണിക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു വെച്ചു, റെയിൽവേ ടിക്കറ്റ്. അങ്ങനെ 3 മാസം മുമ്പ് എടുത്ത ടിക്കറ്റ് പോകേണ്ട ദിനമായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി. അപ്പൊ എന്റെ അപ്പൻ എവിടെ പോയാലും ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നേരത്തെ പോകണം, കാരണം എന്തെങ്കിലും തടസ്സമുണ്ടായാൽ പ്രശ്നം ഉണ്ടാകാറല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ മുമ്പേ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത്.
വീട്ടിൽ നിന്ന് ഇറക്കി ടിക്കറ്റ് ഒക്കെ എടുത്ത് ബാഗിൽ വെച്ച സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, ടിക്കറ്റ് പരിശോധിക്കുക. ഞാൻ പറഞ്ഞു കൺഫേം ടിക്കറ്റ് ആണ്, പരിശോധിക്കുന്ന ആവശ്യമില്ല. അവിടെ യാത്ര പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴും വീണ്ടും ഇതേ സ്വരം എനിക്ക് കേൾക്കാം, ടിക്കറ്റ് പരിശോധിക്കുക. ഞാൻ പറഞ്ഞു കൺഫേം ടിക്കറ്റ് പരിശോധിക്കുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞ് യാത്ര പുറപ്പെട്ടു. അന്ന് രാത്രിയിലെ ട്രെയിനിൽ ഞങ്ങൾ പുറപ്പെട്ടു. പിറ്റേ ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് തമിഴ്നാട്ടിൽ വെച്ച് ചക്കർമാര് വന്നു, ഞങ്ങള് ടിക്കറ്റ് പരിശോധിച്ചു, അവർ കടന്നുപോയി. പിന്നീട് സ്ക്വാഡ് വന്നപ്പോൾ വീണ്ടും ഞങ്ങളുടെ അടുത്ത് വന്ന് ടിക്കറ്റ് പരിശോധിച്ചു. അവർ പറഞ്ഞു ടിക്കറ്റിന് ഇത് ശരിയല്ല, പിഴ അടയ്ക്കണം, 2400 മുകളിൽ 500 താഴെയുള്ള പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്താ, ഞങ്ങൾ കൺഫേം ടിക്കറ്റ് ആണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ID കാർഡില്ല. അപ്പൊ ഞാൻ എന്നോട് ID കാർഡ് ചോദിച്ചു. ഒറിജിനൽ ID കാർഡ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒറിജിനൽ ID ഒരാളുടെയെങ്കിലും അതിനകത്ത് വേണം. അതുവരെ ആ നിയമം ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഒത്തിരിയേറെ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ നിയമം മാറിയത് എനിക്ക് അറിയില്ലായിരുന്നു. ID കാർഡ് ഇല്ലാത്തതിനാൽ എന്റെ പൈസ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ അന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ബർത്തിന് മുകളിൽ ഇരുന്ന് ബൈബിളൊക്കെ തുറന്നു പിടിച്ച് കയ്യിൽ കൊന്തയൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ മോനെ 2 പ്രാവശ്യം ഓർപ്പിച്ചതാ, നിനക്ക് ഈ അപകടം സംഭവിക്കാതിരിക്കാൻ, നിന്റെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പ്രാവശ്യം നിന്നെ ഓർപ്പിച്ചല്ലേ, നിനക്ക് എത്രമാത്രം സമയം ഉണ്ടായിരുന്നു, നീ അത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാതെ ഒരു നിമിഷം പരിശുദ്ധാത്മാവിനെ ഞാനൊന്ന് നിർവീര്യമാക്കി, ഒന്ന് വേദനിപ്പിച്ചു. അതുകൊണ്ട് എനിക്കുണ്ടായ വലിയ നഷ്ടം. എന്റെ കുടുംബത്തിന് ആ മറ്റൊരു യാത്രക്കാരുടെ മുമ്പിൽ ഒരു നാണം കെടുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇത്രയേറെ നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നിർവീര്യമാക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്ത്. കാരണം പൗലോസ് നമ്മളോട് ഓർപ്പിക്കുന്ന റോമേ 5:5 നമുക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിരന്തരം ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നിരന്തരം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ കൂടാതെ രക്ഷയിലൂടെ നമുക്ക് നടന്നു പോകാൻ സാധിക്കില്ല. ദൈവം തന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്ക് ഒഴിക്കുക ആ രക്ഷ സ്വന്തമാക്കാനാകണമെങ്കിൽ, ആ ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാനാകണമെങ്കിൽ, യേശു എന്റെ ജീവിതത്തിൽ രക്ഷകനാഥനും കർത്താവുമായി മാറിയതുപോലെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി മാറും. അല്ലെങ്കിൽ അവൻ നിന്റെ രക്ഷകനാഥനും കർത്താവുമാണെന്ന് മറ്റൊരു സഹോദരനോട് വിഷമിക്കുന്ന, വേദനിക്കുന്ന, രോഗാവസ്ഥയിൽ വലയുന്ന ഒരു സഹോദരനോട്, നമ്മുടെ സഹോദരങ്ങളോട് പറയണമെങ്കിൽ, തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തോട് പറയാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ, ഒരു അക്രൈസ്തവനോട് നമുക്ക് പങ്കുവെക്കാനാകണമെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്കോ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വചനം വിശുദ്ധ പൗലോസ്ലീഹയോട് നമ്മൾ ഓർപ്പിക്കുകയാണ്. കാരണം ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിരന്തരം ചൊരിയപ്പെടുന്നത്. ആ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ദൈവത്തിന്റെ ഈ രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ നിരന്തരം ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ദാഹത്തോടെ, പ്രാർത്ഥനയോടെ, വലിയ ഉറച്ച ബോധ്യത്തോടെ നമ്മൾ വിളിക്കുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യണം. വെളിപാടിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മളോട് യോഹന്നാനിലേക്ക് പറഞ്ഞു വെക്കുകയാണ്, ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ വലിയ ദാനം, ഇതിന് വലിയൊരു ദാനം കിട്ടാനില്ല. ആ പരിശുദ്ധാത്മാവ് സൗജന്യമാണ്. ആ പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഉജ്ജ്വലിപ്പിക്കണം. സ്വീകരിച്ചു ഓരോ കൂദാശകളിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെയും ഒക്കെ നമ്മൾ നിരന്തരം അടുത്തടുത്തുള്ള കുംഭസാരത്തിലൂടെ അല്ലെങ്കിൽ കുർബാന സ്വീകരണത്തിലൂടെ ഒക്കെ നിരന്തരം ഉജ്ജ്വലിപ്പിക്കണം. ഇവിടെ ഞാൻ പെട്ടെന്ന് ഒരു അനുഭവം ഓർക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനകേന്ദ്ര ശുശ്രൂഷ ചെയ്യുമ്പോൾ, കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സഹോദരൻ കുടുംബം മുഴുവൻ വലിയ കടബാധയില, കോടികളുടെ കടമുണ്ട്. ഈ ഒരു ധ്യാനത്തിലെങ്കിലും എന്തെങ്കിലും ഒരു ഉത്തരം ദൈവമായ കർത്താവ് കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിച്ചു തന്നെയാണ് വന്നത്. എന്നാൽ ആ പ്രിയപ്പെട്ട സഹോദരൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, നന്നായിട്ട് ഒരുങ്ങി ഒന്ന് കുമ്പസാരിക്കുക, തന്റെ ജീവിതത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക, അങ്ങനെ ദൈവം നൽകിയ രക്ഷ സ്വന്തമാക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും എന്ന് പറഞ്ഞ് അയക്കാൻ സാധിച്ചു. ആ ധ്യാനം പൂർത്തീകരിക്കാൻ ആ സഹോദരൻ സാധിച്ചില്ല. ആ സമയത്ത് ആ ധ്യാനത്തിൽ പോയിരുന്ന കുറച്ചു നാൾ മുമ്പ് ആ സഹോദരൻ ഗവൺമെന്റിൽ വലിയൊരു പ്രൊജക്ട് സമർപ്പിച്ചിരുന്നു. ആ പ്രൊജക്ട് ആ സഹോദരൻ സാങ്ഷനായി വന്നാൽ ആ കടബാധകൾ തീരും, കോടികളുടെ കടബാധകൾ തീരുമെന്ന് മാത്രമല്ല, മുന്നോട്ട് ബിസിനസ് നടത്തി ജീവിക്കാനുള്ള വലിയ തുക ബാലൻസ് ആവുകയും ചെയ്യും. ഈ സഹോദരൻ ദൈവത്തിന്റെ സ്വരം കേട്ട് പോയി കുമ്പസാരിച്ചു. പിറ്റേ ദിവസം ആ വീട്ടിൽ നിന്ന് വിളി വന്നു, ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് വിളി വന്നിരിക്കുന്നു, എത്രയും പെട്ടെന്ന് എന്ന് ഒപ്പിട്ട് ആ പ്രൊജക്ട് സ്വന്തമാക്കുക, പ്രൊജക്ട് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വച്ഛമല്ല. യേശുവിന്റെ രക്ഷ സ്വന്തമാക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നിരന്തരമായ രക്ഷയെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കും. ആ പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് നിരന്തരം യാചനയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിനോട് നിരന്തരം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള പങ്കുവെള്ള കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.